ഇൻക്ലൂസീവ് ഡാറ്റയെ എക്സ്ക്ലൂസീവ് ഡാറ്റയാക്കി മാറ്റിയതിന് ശേഷം ഹിസ്റ്റോഗ്രാം വരയാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ടുള്ള വെർട്ടിക്കൽ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ബാറാണ് ഹിസ്റ്റോഗ്രാം എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് ഇതേ ഡാറ്റ വെച്ച് ഹിസ്റ്റോഗ്രാമിൽ നിന്ന് എങ്ങനെ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മിഡ് പോയിന്റ്സ് ഓഫ് ദ ടോപ്പ് ഓഫ് ബാർസ് in a histogram are joined together by straight lines and then joined to the x-axis at both extreme points. It gives a frequency polygon. ഹിസ്റ്റോഗ്രാമില് ഓരോ ബാറിൻ്റെയും ടോപ്പിലുള്ള മിഡ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം മിഡ് പോയിന്റുകൾ തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ഇവിടെ മാർക്ക് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കൂ. ഓരോ ബാറിൻ്റെയും ടോപ്പിലുള്ള മിഡ് പോയിന്റ് മാർക്ക് ചെയ്യണു. അതിനുശേഷം ചെയ്യാനുള്ളത് സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ലൈനാണ് വരയേണ്ടത്. ഓരോ മിഡ് പോയിന്റും സ്കെയിൽ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യണു. ഈ ജോയിൻ ചെയ്ത് കിട്ടുന്ന ഗ്രാഫിനെയാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുക. ഇത്രയും വരഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ നിർത്താൻ പാടില്ല. തിയറിയിൽ പറയുന്നത് രണ്ട് എക്സ്ട്രീംസും എക്സ് ആക്സിസിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് നിർത്തണം. ജോയിൻ ടു ദ എക്സ് ആക്സിസ് അറ്റ് ബോത്ത് എക്സ്ട്രീം പോയിന്റ്സ്. രണ്ട് ഭാഗത്തും ടച്ച് ചെയ്ത് നിർത്താം. അപ്പൊ സ്കെയില് യൂസ് ചെയ്തിട്ടാണ് ഈ പോയിന്റ്സുകൾ മിഡ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ഫ്രീക്വൻസി പോളിഗൺ എന്നും പറയുന്നു. ഹിസ്റ്റോഗ്രാം വരഞ്ഞതിന് ശേഷം ഓരോ ബാറിന്റെയും മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് ഫ്രീക്വൻസി പോളിഗൺ വരയുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്ലാസ് ഇന്റർവെൽസിന്റെ മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടും നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയാം. ആ മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ പ്രോഫിറ്റും നമ്പർ ഓഫ് കമ്പനീസും തന്നിട്ടുണ്ട്. നോക്കൂ, ഈ തന്നിരിക്കുന്ന ക്ലാസിന്റെ മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. തന്നിരിക്കുന്ന ക്ലാസിന്റെ മിഡ് വാല്യൂ എങ്ങനെ കിട്ടും? 0യും 15ഉം ആദ്യത്തെ ക്ലാസ്. അപ്പൊ 0 + 50 divided by 2 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ 15/2 which is equal to 7.5 ആണ് ഫസ്റ്റ് മിഡ് വാല്യൂ. നോക്കൂ, then 15 to 30. 15 to 30ന്റെ മിഡിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണത് 15 + 30 divided by 2 which is equal to 45/2. 45/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? 22.5. 30 + 45 ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പൊ 37.5. 45 + 60 ഡിവൈഡഡ് ബൈ 2. സോ 52.5. ഓരോ ക്ലാസിന്റെയും മിഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തേർഡ് കോളം വെച്ചു. ഇനി വേണ്ടത് ഫ്രീക്വൻസി പോളിഗൺ വരയാനാണ്. അപ്പൊ നോക്ക്, എക്സ് ആക്സിസിൽ മിഡ് പോയിന്റ്സും വൈ ആക്സിസിൽ ഫ്രീക്വൻസിയാണ് അടയാളപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് മിഡ് പോയിന്റ്സ് ആണ് മാർക്ക് ചെയ്യുക. വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നതാണ് വൈ ആക്സിസ്. വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് നമ്മൾ എന്താ? ഫ്രീക്വൻസിയാണ് മാർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി ചെയ്യാനുള്ളത് ഫസ്റ്റ് മിഡിൽ വാല്യൂ നോക്കുക. ആദ്യത്തെ മിഡിൽ വാല്യൂ എത്രയാണ്? 7.5. സോ 7.5 10ന് താഴെയായിട്ട് ഇതാണ് 7.5 എങ്കില് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി 3 ആണ്. അപ്പൊ നോക്കൂ, വൈ ആക്സിസിൽ 3. അപ്പൊ 2ന്റെയും 4ന്റെയും മിഡിലായിട്ട് 3. നോക്കൂ, ഇതിന് നേരെ ഒരു ഇൻഡു മാർക്ക് ചെയ്തു വെച്ചു. ദെൻ നെക്സ്റ്റ് മിഡിൽ പോയിന്റ് 22.5 ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ 20 എന്നുള്ള പോയിന്റ്. 21, 22.5 ഇതാണെന്ന് വിചാരിച്ചാല് 7 ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി. അപ്പൊ നോക്കൂ, 6ന്റെയും 8ന്റെയും മിഡിലായിട്ട് 7. ഇതിന് നേരെ മാർക്ക് ചെയ്യുക. 7 നേരെ 22.5 നേരെ
ഈ പോയിന്റ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വൺ 37.5. അപ്പൊ 37.5 പറയുമ്പോ 40ക്ക് താഴെയായിട്ട് 37.5 ഈ പോയിന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 18 ആണ്. ഈ പോയിന്റ് ആണ് 18 നേരെ 37.5 നോക്കൂ, മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് വാല്യൂ 52.5, 50, 51, 52.5 ഈ പോയിന്റിൽ ഞാൻ വെച്ചു, സ്കെയില് വെച്ചു. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 25 ആണ്. 25 എവിടെയാണ്? 24ന്റെയും 26ന്റെയും മിഡിലായിട്ട് 24. ദെൻ ഈ സ്കെയിലിന് നേരെ വെക്കുക. ഈ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിൽ ഞാൻ മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് 67.5. അപ്പൊ നോക്കൂ, 70ന്റെ താഴെയായിട്ട് 67.5. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എത്രയാണ്? 20. നോക്കൂ, 20നെ നേരെ എടുക്കുക കേട്ടോ. 20. ദെൻ ഈ വേയിൽ ഇതിനെ പ്രൊസീഡ് ചെയ്യണു. 82.5 ഇതാണ് പോയിന്റ്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 12. Then 97.5 corresponding frequency 6. 112.5 corresponding frequency 5. 4ന്റെയും 6ന്റെയും middle point. Then 127.5 corresponding frequency 2. എല്ലാ പോയിന്റും കിട്ടിക്കഴിഞ്ഞാല് ഫ്രീക്വൻസി പോളിഗൺ ആണെങ്കില് സ്കെയില് യൂസ് ചെയ്തിട്ട് വേണം ജോയിൻ ചെയ്യാൻ. സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. എന്നതിന് ശേഷം താഴെ 0 കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് നിർത്തണം. ഇതാണ് 0 എന്നുള്ള പോയിന്റ്. അടുത്ത എക്സ് ആക്സിസിൽ എവിടെയാണോ അടുത്തത് ആ പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ടച്ച് ചെയ്യുക. ഈ എൻ പോയിന്റും അതുപോലെ അടുത്ത പോയിന്റിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് നിർത്തുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗൺ വരയുന്നത്. അതേ ഡാറ്റയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരഞ്ഞിട്ടുള്ള ഫ്രീക്വൻസി പോളിഗൺ ആണ് ഈ കാണുന്നത്. ഇനി ഇതേ പ്രൊസീജിയറിൽ തന്നെയാണ് ഫ്രീക്വൻസി കർവും വരയുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാല് പോയിന്റുകള്, മിഡ് പോയിന്റ്സുകള് ജോയിൻ ചെയ്യുന്നത് സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ഫ്രീക്വൻസി പോളിഗണില്. അതായത് സ്ട്രെയിറ്റ് ലൈൻ ആണ് പോളിഗണിൽ ഉപയോഗിക്കുക. അതേസമയം ഫ്രീക്വൻസി കർവ് ആണെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട്, അതായത് സ്കെയില് യൂസ് ചെയ്യാതെ സ്മൂത്ത് കർവുകൾ വെച്ചിട്ടാണ് ഫ്രീക്വൻസി കർവിൽ വരയുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവും തമ്മിലുള്ളൂ. ഫ്രീക്വൻസി കർവ് വരയാൻ വേണ്ടി ഈ കിട്ടിയ പോയിന്റ്സിന് സ്കെയില് യൂസ് ചെയ്യാതെ പോയിന്റ്സുകൾ സ്മൂത്ത് കർവ് വരയുക. അപ്പൊ നോക്കൂ, ഈ 2 പോയിന്റ് ജോയിൻ ചെയ്തു കർവ്. ദെൻ അടുത്ത 2 പോയിന്റ് സ്കെയില് യൂസ് ചെയ്യാനേ പാടില്ല, സ്കെയില് യൂസ് ചെയ്യാതെ ജോയിൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് 2 പോയിന്റ്സ്. ദെൻ താഴത്തേക്ക് ലൈന് വരയിടും. ഫ്രീക്വൻസി പോളിഗൺ വരഞ്ഞ പോലെ ഫ്രീക്വൻസി കർവ് ലാസ്റ്റ് ഉള്ള പോലെ എക്സ് ആക്സിസില് കൊണ്ടുവന്ന് ഇതുപോലെ ജോയിൻ ചെയ്യിപ്പിച്ച് നിർത്തുക. സ്റ്റാർട്ടിംഗ് പോയിന്റും അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യണം. സ്കെയില് യൂസ് ചെയ്യാതെയാണ് കർവ് വരയുന്നതെങ്കിൽ ഫ്രീക്വൻസി കർവായി മാറി. സ്കെയില് യൂസ് ചെയ്തിട്ടാണ് വരയുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് ഫ്രീക്വൻസി പോളിഗൺ എന്നാണ്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് വരഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ.
ഫ്രീക്വൻസി കർവും ഫ്രീക്വൻസി പോളിഗണും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. If you like the video, please subscribe and press the bell icon.